ഹലോ ഹായ്. ഞാനേ എല്ലാവരും എന്നോട് മണ്ണൊരുക്കുന്നതും ചെടി നടുന്നതും കാണിക്കാൻ പറഞ്ഞു. പച്ചക്കറിയല്ല, ഞാനൊരു റംബൂട്ടാൻ തൈ വാങ്ങിച്ചു. അത് ഈ ഡ്രമ്മിൽ ഞാൻ നടുകയാണ്. അതിനു വേണ്ടിയുള്ള മണ്ണൊരുക്കുന്നതാണ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനകത്ത് കിടന്ന മണ്ണിനെ എടുത്ത് ഇച്ചിരി വളങ്ങളൊക്കെ ചേർത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൂട്ടിയിട്ടേക്കാണ്. അത് ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതിനകത്ത് നേരത്തെ നിന്നത് ഒരു മാവായിരുന്നു, അത് പട്ടുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു റംബൂട്ടാൻ്റെ തൈ വാങ്ങിച്ച് വയ്ക്കാമെന്ന്. അപ്പം അതിലെ പകുതി മണ്ണ് കോരി ഇതുപോലെ നിലത്തിട്ട് കുറച്ച് പോട്ടി മിശ്രിതങ്ങളെല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിനകത്തെടുത്ത് ഇടാമെന്ന് വിചാരിച്ചു. ഇത് ചാണകമാണ്, കുറച്ച് ചാണകം ഇരുന്നതിന് എടുത്തിടണം. ഇതാണ് ആ തയ്യേ. എൻ്റെ കയ്യിലിരുന്നിട്ട് കുറച്ച് ദിവസമായി. ഓരോന്നും ചെയ്യാൻ മടിച്ച് വെച്ചുകൊണ്ടിരുന്നതാണ്. ഇനി ചെറിയൊരു വളർച്ച മുരടിപ്പൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഉടനെ ഇനി നട്ടില്ലെങ്കിൽ വേസ്റ്റ് ആവും. അടുത്തിടുന്നത് കുറച്ച് എല്ലുപൊടിയാണേ. മതി 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 മണ്ണിൽ ചേർക്കുന്ന സാധനങ്ങളാണ്. ബാക്കി എല്ലുപൊടി എൻ്റെ ബാക്കിയുള്ള ഫ്രൂട്ട്സിനൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. അതിൽ കുറച്ചേ ഉള്ളൂ. ഇനിയുള്ളത് എല്ലാ സാധനങ്ങളും ഇല്ല. ഞാൻ പിന്നെ പെട്ടെന്ന് നട എടുത്തുകൊണ്ട് ഒന്നും വാങ്ങിച്ചില്ല. കയ്യിലിരുന്നതെല്ലാം കൂടെ എടുത്താണ് ഇടുന്നത്. ഇത് CMS ഗ്രാനുവൽസാണ്. അതൊരു പിടി കയ്യിലുള്ളൂ. അപ്പോൾ ഇത്രയും ഇതിന് ഞാൻ ഒരു പിടിയും വേണം. അതാണ് ഈ കുഞ്ഞ് ഗ്രാനുവൽസ്. അടുത്തത് സൂഡോമോണാസ് ആണ്. സൂഡോമോണാസ് മതി. അടുത്ത PGPR മിക്സ്. ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനെയൊക്കെ എടുത്ത് വെച്ച് ഞാൻ ഉപയോഗിക്കാമെന്ന് വെച്ച്. നല്ലപോലെ മിക്സ് ചെയ്യണം. 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ചെടിയായിട്ട് എടുത്ത് നടാം. ഇത് ടൈല് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഷീറ്റൊക്കെ വിരിച്ച് അതിൻ്റെ പുറത്ത്. അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ പിന്നെ ഞാൻ കഴുകാനും വൃത്തിയാക്കാനും ഒക്കെ ആയിട്ട് മെനക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ച് ചെയ്യുന്നത്. ഇത് നിൽക്കുന്നത് സപ്പോർട്ടാണ്. അതിനെ ഒന്ന് നീക്കി ഇപ്പം നടാൻ പോകുന്നതിന് കുറച്ച് വെയിൽ കിട്ടാൻ കണക്കാക്കി അതിനെ ഒന്ന് മാറ്റി നീക്കി ഒതുക്കി വയ്ക്കുന്നതാണ്. അപ്പോഴത്തേക്ക് ഇവർക്ക് കുറച്ചുകൂടെ വെയിൽ കിട്ടും. അതിൻ്റെ ഇപ്പുറത്തെ ഡ്രമ്മിലൊരു മാവ് നിൽപ്പുണ്ട്. അതിൻ്റെ ഇപ്പുറത്തൊരു ജാമ്പ്, അതിൻ്റെ അപ്പുറത്ത് വേറൊരു ജാമ്പ്. ഇത് ആപ്പിൾ ജാമ്പ്, മറ്റേ റെഡ് കളർ ജാമ്പാണ് മറ്റേത്, മലേഷ്യൻ ജാമ്പ്. തായ്ലൻഡ് ജാമ്പയ്ക്ക. അത് നല്ല റെഡ് കളറാണ്, ടേസ്റ്റാണ്. ഇതും വേറൊരു ടേസ്റ്റാണ്. ഇത് പച്ച കളറിലാണ്. ഇത് നിറയെ പൂത്ത് കിടപ്പുണ്ട്, കണ്ടോ? നിറച്ച് പൂത്ത്. ഇത് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞതാണ്. ഒരു സ്റ്റെപ്പ് പൂത്ത് എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ഇനിയിപ്പോൾ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ പൂത്ത് തുടങ്ങി. ഇത് കഴിഞ്ഞ വർഷം കുറേ പൂത്ത് കുറച്ച് മാങ്ങ, ഒരു 10-15 മാങ്ങ കിട്ടിയായിരുന്നു. ഇപ്രാവശ്യം പൂത്ത് തുടങ്ങിയതേ ഉള്ളൂ. ഇതുപോലൊരു മാങ്ങ തന്നെയായിരുന്നു ഇതിനകത്ത് നിർത്തിയിരുന്നത്. അത് പക്ഷേ ഈ തന്നെ പിടിച്ചു വന്നൊരു സാധനമായിരുന്നു. ഇതിങ്ങനെയാണ് അതിന് തട്ടിയെടുക്കണത് കേട്ടോ. തട്ടി അപ്പോഴത്തേക്ക് അതങ്ങ് ഊന്നിങ്ങ് വരും.
ചട്ടി വലിച്ചെടുത്ത് അതേപടി എടുത്ത് അതിനകത്തങ്ങ് വയ്ക്കും. അപ്പോൾ വെയിലൊന്നും ഇളവില്ല, അങ്ങനെ അങ്ങ് അതിനകത്ത് വയ്ക്കും. കണ്ട ഈ വിധത്തിലാക്കി വെച്ചിട്ട് ഇനി ഇവിടം വരെ നമ്മൾ കണ്ട ഇതിൻ്റെ നിരപ്പിൽ നമ്മൾ ഈ മണ്ണുണ്ടല്ലോ, ഈ മണ്ണിട്ട് ഈ നിരപ്പ് വരെ ആക്കി വയ്ക്കും. ഇതിൻ്റെ ബഡ് ഇവിടെ നിന്നാണ് വരുന്നത്. കണ്ട ഇതിൻ്റെ ഈ താഴെ തന്നെ മണ്ണ് നികത്തി അങ്ങ് ഇട്ട് വയ്ക്കും. ഇപ്പോൾ പെട്ടെന്ന് കുറച്ച് ഞാൻ മണ്ണ് ഈ സൈഡിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്ന പോട്ടിംഗ് മിശ്രിതത്തിൽ നിന്ന് പെട്ടെന്ന് വളമൊക്കെ പിടിച്ചെടുത്ത് നല്ല സ്പീഡിന് വളരും. അതിനാണ് കുറച്ച് ഭാഗം മണ്ണങ്ങ് ഇളക്കിയിട്ട് കൊടുക്കും. ഇനി ആ ഗ്യാപ്പിൽ ഈ പോട്ടിംഗ് മിശ്രിതം കംപ്ലീറ്റ് നിറച്ച് അതിനങ്ങ് ഫില്ല് ചെയ്യും. കണ്ട ഇതെല്ലാം നിറച്ച് നട്ട് ഇനി കുറച്ച് കരിയില സംഘടിപ്പിച്ച് ഇതിൻ്റെ പുറത്ത് പുതയിട്ടങ്ങ് വയ്ക്കും. അപ്പോൾ ഒരുപാട് ചൂടടിക്കില്ല, ഭയങ്കര വെയിലല്ലേ ഇപ്പം. അപ്പോൾ ഇങ്ങനെയാണ് ഒന്ന് മാറ്റി നടുമ്പോൾ പോട്ടിംഗ് മിശ്രിതം. ഇതിപ്പം പോട്ടിംഗ് മിശ്രിതമൊന്നും കയ്യിലില്ലായിരുന്നു, ഒരുപാട് സാധനങ്ങളില്ല, ഞാൻ ഉള്ളതിനെ വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഇതാണ് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. അത് നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു മണ്ണ് തയ്യാറാക്കുന്ന വിധമൊക്കെ ഒന്ന് കാണിക്കാൻ. ഞാൻ അടുത്തിനി പച്ചക്കറിക്ക് വേണ്ടി മണ്ണ് തയ്യാറാക്കുന്ന വിധം പിന്നെ ഒരിക്കൽ കാണിച്ചു തരാം. ലാസ്റ്റ് ഇങ്ങനെയാണ്. ഓക്കെ, ഹാപ്പി.